കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറയുന്നത് പോലെ സംസ്ഥാന സർക്കാർ വൈകിപ്പിക്കുന്നതാണോ വയനാടിനായുള്ള കേന്ദ്ര സഹായം? മറ്റൊരു സംസ്ഥാനത്തിനും ബാധകമാകാത്ത നടപടിക്രമങ്ങളാണ് സഹായം നൽകുന്നതിൽ കേന്ദ്രം കേരളത്തിന് മുന്നിൽ വെക്കുന്നത്. ദുരന്ത സ്ഥലം സന്ദർശിച്ച കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെ ചർച്ച ചെയ്തിട്ടും സഹായം നൽകുന്നത് കേന്ദ്രം വൈകിപ്പിക്കുകയാണെന്ന് വിവരാവകാശ രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. റിപ്പോർട്ട് ചർച്ച ചെയ്ത കേന്ദ്ര സമിതിയുടെ ശുപാർശകളിലും നാളിതുവരെ കേന്ദ്രം അനങ്ങിയിട്ടില്ല. പ്രധാനമന്ത്രി നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും 3.5 മാസം വൈകി നവംബർ 13-നാണ് വയനാടിനായുള്ള നിവേദനം കേരളം സമർപ്പിച്ചതെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രേഖാമൂലം അറിയിച്ചത്. ഈ മെമ്മോറാണ്ടവും നിവേദനവും കൃത്യസമയത്ത് നൽകുന്നതിൽ സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തിയോ ഇല്ലെന്ന് തെളിയിക്കുന്നതാണ് രേഖകൾ. കോടിയുടെ ധനസഹായം തേടിയുള്ള മെമ്മോറാണ്ടം ദുരന്തമുണ്ടായി 17-ാം ദിവസം കേരളം കേന്ദ്രത്തിന് നൽകി. ഇത് സംബന്ധിച്ചൊരു പരാതിയും ഉന്നയിക്കാതിരുന്ന കേന്ദ്രം കേരളത്തിന് കത്തയക്കുന്നത് 2 മാസം കഴിഞ്ഞ് ഒക്ടോബർ 18-ന്. ദുരന്ത സ്ഥലം സന്ദർശിച്ച കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്തെന്നും NDRF-ൽ നിന്നുള്ള അധിക സഹായത്തിന് ഈ കമ്മിറ്റിയുടെ ശുപാർശ ഹൈലെവൽ കമ്മിറ്റിക്ക് മുമ്പാകെ വെക്കുമെന്നുമായിരുന്നു കത്തിൽ. കേരളം നൽകിയ അപേക്ഷയിൽ അപാകതയുണ്ടെന്നോ മാറ്റി സമർപ്പിക്കാനോ കേന്ദ്രം അതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. എന്നു മാത്രമല്ല NDRF-ലും SDRF-ലുമായി തുക വകയിരുത്തിയതായി കേന്ദ്രം അറിയിച്ചെന്നാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. ദുരന്താനന്തരമുള്ള സ്ഥിതി കൂടി വിലയിരുത്തി റിപ്പോർട്ട് നൽകാൻ നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതും സംസ്ഥാനം സമർപ്പിച്ചു. വീണ്ടും 2 മാസം പിന്നിടുമ്പോഴും അർഹതപ്പെട്ട സഹായം സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല. മാത്രമല്ല അന്നൊന്നും ചൂണ്ടിക്കാണിക്കാത്ത അപാകതകളും വിശദ നിവേദനം വൈകിയെന്ന കുറ്റവുമാണ് ഇപ്പോൾ പറയുന്നത്. 2024-ലെ കാലവർഷക്കാലത്ത് മഴ കൊണ്ട് ദുരന്തമുണ്ടായ നാട്ടിലൊക്കെ കേന്ദ്ര സർക്കാരിന്റെ മാതൃകാപരമായ ഇടപെടലുണ്ടായി എന്ന് കാണാം. ആസാമിന് വേണ്ടി 716 കോടി രൂപ, ഗുജറാത്തിന് വേണ്ടി 600 കോടി, മണിപ്പൂരിന് വേണ്ടി 50 കോടി എന്നിങ്ങനെ കൃത്യസമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായമെത്തി. എന്നിട്ടും 400-ലേറെ പേർ മരിച്ച, ഇനിയും ഒരുപാട് പേരെ കാണാമറിയത്തുള്ള നാടിനായി കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യാത്തതിൽ ന്യായമായും ഒരു അസ്വാഭാവികത സംശയിക്കാം. ജൂലൈയിൽ മഴക്കെടുതിയുണ്ടായ ആസാമിലും ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കാലവർഷം നാശം വിതച്ച ഗുജറാത്തിലും ഒട്ടും വൈകിക്കാതെ സെപ്റ്റംബർ 30-ന് കേന്ദ്രം ധനസഹായം നൽകി. കേരളത്തോട് ചെയ്ത പോലെ മെമ്മോറാണ്ടമോ വിശദ നിവേദനമോ പരിഗണിക്കാതെ SDRF, NDRF തുകകൾ അനുവദിച്ചു. ത്രിപുര, ആസാം, സിക്കിം, മിസോറാം, നാഗാലാൻഡ് സംസ്ഥാനങ്ങൾക്കും ഇതേ കാലയളവിൽ സഹായമെത്തി. എന്തിന് 3 ദിവസം മുമ്പ് ചുഴലിക്കാറ്റ് നാശം വിതച്ച തമിഴ്നാട്ടിലും 944 കോടിയുടെ കേന്ദ്ര സഹായം ഇന്നലെ അനുവദിച്ചു. SDRF-ലെ 2 ഗഡു മുൻകൂറായി അനുവദിച്ചത് മാത്രമാണ് പേരിനെങ്കിലും കേന്ദ്രം കേരളത്തോട് ഇതുവരെ ആകെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാ പ്രകൃതിക്ഷോഭങ്ങൾക്കും കെടുതികൾക്കുമായി ചെലവഴിക്കേണ്ട ഈ തുക വയനാടിനായി ചെലവഴിക്കാമെന്ന നിർദ്ദേശവും. കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള ഈ സമീപനത്തിൽ ആർക്കും സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കാം. അർജുൻ രാജ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.